ഹായ് കിബി സ്വാസ്ഥ്യത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. പലപ്പോഴും പണത്തെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് വരുമ്പോൾ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അഡ്വൈസേഴ്സിൻ്റെ പുസ്തകങ്ങൾ വായിച്ചാലും ശരി, അവരുടെ പോഡ്കാസ്റ്റുകളും വീഡിയോസിലും ഇൻ്റർവ്യൂസിലും ഒക്കെ അവർ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് ധനികർ എന്ന് പറയുന്നത് പ്രത്യേക മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. അഥവാ റിച്ച്നെസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്നും ഉണ്ടാവുന്നതാണ്. നമ്മൾ മനസ്സുകൊണ്ട് ആദ്യം സമ്പന്നരാവുക, പിന്നെ പണം അതിനെ ഫോളോ ചെയ്തോളും, പണം നമ്മളുടെ കയ്യിലേക്ക് വന്നോളും എന്നാണ് അവർ പറയാറുള്ളത്. പക്ഷേ പൈസയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരൊറ്റ ആളുടെ തലയിലും ഇത് കയറില്ല. സാധാരണ ആർക്കും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം പണത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഇത്തരം തത്വചിന്തകളൊന്നും നമ്മുടെ മണ്ടയിലേക്ക് വരില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതിൽ വല്ല യാഥാർത്ഥ്യവും ഉണ്ടോ എന്ന് ആദ്യം നോക്കാം. സത്യത്തിൽ എനിക്ക് തോന്നുന്നില്ല, എൻ്റെ എക്സ്പീരിയൻസിലും എൻ്റെ ഒബ്സർവേഷനിലും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഇത് രണ്ടും വേണം. നമ്മുടെ ഭൗതികമായ സാഹചര്യങ്ങളും അനുകൂലമാവണം, നമ്മുടെ മൈൻഡ് സെറ്റും അനുകൂലമാവണം. രണ്ടും അനുകൂലമാകുമ്പോൾ പണം നമുക്ക് വന്നു ചേരും എന്നതാണ്. ഉദാഹരണം, നമ്മളുടെ സിസ്റ്റങ്ങളെ കറക്റ്റാക്കി വെക്കണം. പണം എപ്പോഴും സ്മൂത്തായിട്ട് ഒഴുകാൻ പാകത്തിനുള്ള ക്യാഷ് ഫ്ലോ, ഫൈനാൻഷ്യൽ ഫ്ലോ, അത് നമ്മൾ കറക്റ്റാക്കി വെക്കണം. അതാണ് നമ്മളുടെ ഫിസിക്കലാണ് അഥവാ ഭൗതികമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത്, നമ്മൾ കാണുന്ന സാഹചര്യം. രണ്ടാമത് നമ്മുടെ മൈൻഡ് സെറ്റ്, അതായത് പണത്തെ എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ ചിലവാക്കണം, എങ്ങനെ നിക്ഷേപിക്കണം, ഇതിനൊക്കെ അനുസരിച്ച് നമ്മുടെ മൈൻഡ് സെറ്റിനെയും നമ്മൾ കറക്റ്റാക്കി വെക്കണം. എന്നാലേ പണം നമ്മുടെ കയ്യിൽ നിൽക്കൂ. ഇങ്ങനെ രണ്ടും കൂടെ ഒത്തുവരുന്ന സമയത്ത് ഇത് സ്മൂത്തായിട്ട് പോകും. നമ്മളുടെ കയ്യിൽ വേണ്ടത്ര പണം, നമ്മളുടെ ജീവിതത്തിന് ആവശ്യമായ നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര പണം നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരും. എങ്ങനെ ഭൗതിക സാഹചര്യവും ഈ മാനസികമായിട്ടുള്ള സാഹചര്യം രണ്ടും കൂടി ഒത്തുവരും എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനാദ്യം നമ്മുടെ മൈൻഡിനെ നമ്മൾ പ്രിപ്പയർഡ് ആക്കി വെക്കണം. കാരണം ഫിസിക്കലായിട്ടുള്ള അഥവാ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ തന്നെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇനി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയ വീഡിയോസ് ഭാവിയിൽ ചെയ്യുകയും ചെയ്യും. പക്ഷേ മൈൻഡ് സെറ്റ് അത് നമ്മൾ തന്നെ കറക്റ്റാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് പണത്തെ അപ്രോച്ച് ചെയ്യുന്നത്, അഥവാ പണത്തെ നിങ്ങളുടെ കയ്യിൽ സ്റ്റേബിളാക്കി നിർത്തണമെങ്കിൽ എന്തൊക്കെ മെൻ്റലായിട്ടുള്ള പ്രിപ്പറേഷനാണ്, തയ്യാറെടുപ്പുകളാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് നിങ്ങൾക്ക് പണം എന്നാണ്. പർപ്പസ് ഓഫ് മണി. സത്യത്തിൽ പണം എന്ന് പറയുന്നത് അഥവാ വെൽത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ടൂളാണ്. ആ മൈൻഡ് സെറ്റിൽ വേണം അതിനെ നോക്കിക്കാണാൻ. നിങ്ങൾക്ക് മറ്റുള്ളവരെ കാണിക്കാനുള്ളൊരു ഫ്ലക്സ് അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണം എന്ന് പറയുന്നത്. നിങ്ങളുടെ ആവശ്യത്തിന്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കുടുംബം, ഇതിനെയൊക്കെ സ്മൂത്തായിട്ട് നടത്തിക്കൊണ്ടു പോകാനുള്ളൊരു ടൂളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണം എന്ന് പറയുന്നത്. അപ്പോൾ ആ മൈൻഡ് സെറ്റാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. രണ്ടാമത്തേത് ചിന്തിക്കേണ്ട ഒരു കാര്യം, പണത്തുണ്ടാക്കാനുള്ള നിങ്ങളുടെ ആ മോട്ടീവ് എവിടെ നിന്നാണ് വരുന്നത്? മറ്റുള്ളവരുള്ള റിവെഞ്ചാണോ, അതോ പണക്കാരോടുള്ള അസൂയയാണോ, അതോ പണം ഒരാവശ്യമാണെന്നും അതാവശ്യമാണെന്നുള്ള ബോധമാണോ നിങ്ങളെ നയിക്കുന്നത്? അതവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഞാൻ പലപ്പോഴും കുട്ടികൾക്ക് ട്രെയിനിങ് ക്ലാസ് കൊടുക്കുമ്പോൾ പറയാനുള്ളൊരു കാര്യമാണ്, നിങ്ങളിൽ എത്ര പേര് പരീക്ഷ തോൽക്കും എന്ന് വിചാരിച്ച് പഠിക്കാറുണ്ട്, എത്ര പേര് പരീക്ഷ ജയിക്കണം എന്ന് വിചാരിച്ച് പഠിക്കാറുണ്ട്? ഭൂരിഭാഗം കുട്ടികൾ തോൽവിയെ പേടിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ പരീക്ഷയ്ക്ക് പഠിക്കുന്നത്. ജയിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പഠിക്കുന്നവരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പേഴ്സായി വരാറുള്ളത്. അവരുടെ ആഗ്രഹം തന്നെ അതാണ്, ജയിച്ചു പോകണമെന്നല്ല, ടോപ്പറാവണം, 100% മാർക്ക് വാങ്ങണം എന്ന രീതിയിൽ ആഗ്രഹിക്കുമ്പോഴേ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ പണം വേണം, അതൊരു ടൂൾ എന്ന നിലയ്ക്ക് എനിക്കൊരിക്കലും ഓപ്ഷൻ, പണം മൂലം എൻ്റെ ഒരു കാര്യവും ബ്ലോക്കായി പോകാൻ പാടില്ല എന്ന രീതിയിൽ പോസിറ്റീവായ പ്യുവറായ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ട് എങ്കിൽ പണം എന്തായാലും വരും. അപ്പോൾ ഇനി എന്തൊക്കെ പ്രിപ്പറേഷൻ നമുക്ക് വേണമെന്നുള്ളത് നോക്കാം. ഒന്നാമതേത് റിസ്ക് മാനേജ്മെൻറ്റാണ്. എങ്ങനെയാണ് റിസ്ക് എടുക്കേണ്ടത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത, അവർ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എടുക്കുക. കാൽക്കുലേറ്റഡ് റിസ്ക്കാണ് എടുക്കുക. സാമ്പത്തികമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ ഡാറ്റ ഡ്രിവൺ ആയിരിക്കണം, അഥവാ ലോജിക്കലായിരിക്കണം എന്ന് നമ്മൾ പറയും. അതൊരിക്കലും വികാരങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളതാവരുത്. ഇനി മിഡിൽ ക്ലാസ്സിലേക്ക് നമ്മൾ വരുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പൊതുവെ അതൊരു ഗാംബ്ലിങ് പോലെയാണ്, കിട്ടി പോയാൽ പോയി എന്ന രീതിയിലായിരിക്കും എടുക്കുക. പുവർ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർ റിസ്ക് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുക, റിസ്കിൽ നിന്നും ഓടി ഒളിക്കുകയാണ് ചെയ്യുക. സത്യത്തിൽ പണം നിങ്ങളുടെ കയ്യിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം, അതിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന റിസ്ക്
സാമ്പത്തികമായിട്ടുള്ള റിസ്ക്, റിസോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള റിസ്ക്. ആ റിസ്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചൊരു റിവാർഡ് വരാനുണ്ടോ എന്ന രീതിയിൽ റിസ്കിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം, റിസ്കിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണം. അതാണ് മൈൻഡ് സെറ്റിലെ ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. അതായത് പഠിക്കുക. ലെവൽ ഓഫ് ഏർണിംഗ് ഈസ് ഈക്വൽ ടു ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറയാറുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയാത്ത കാര്യം എത്രത്തോളം പുതിയതായിട്ട് പഠിച്ചെടുക്കുന്നോ അത്രത്തോളം പണം സമ്പാദിക്കാനും നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ പ്രൊഫഷൻ അത് വലുതാകാനുമുള്ള ചാൻസസ് കൂടും. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ, നിങ്ങളുടെ റിസോഴ്സ് ഒരുപാട് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ റിവാർഡും അതിനനുസരിച്ച് വർദ്ധിക്കും. അപ്പോൾ ഇതിൽ റിച്ച് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ നിർബന്ധിതമായിട്ടും പഠിക്കുന്ന ആൾക്കാരാണ്. എന്തായാലും പഠിക്കണം. പുതിയ കാര്യങ്ങളോട് അവർ ഒരിക്കലും മുഖം തിരിക്കാറില്ല. പുതിയ ടെക്നോളജി വന്നാൽ അവരത് പഠിച്ചു നോക്കും. അതുപോലെ തന്നെ പുതിയ പ്രോസസ്സുകൾ വന്നാൽ അവരത് പഠിച്ചെടുക്കും. പുതിയ ബിസിനസ് മോഡലുകൾ വന്നാൽ അവരത് പരീക്ഷിച്ചു നോക്കും. എന്ന രീതിയിൽ എപ്പോഴും പുതിയ കാര്യങ്ങളെ പഠിക്കുകയും അതിലാവശ്യമുള്ളവ പ്രയോഗിക്കുകയും ചെയ്യുന്നവരാണ് റിച്ചായ ആൾക്കാർ. മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർ അവർക്ക് അടി കിട്ടുമ്പോൾ അവർ പഠിക്കും. അതായത് ഇത് പഠിക്കാതെ നിവൃത്തിയില്ല എന്ന സ്റ്റേജ് വന്നാൽ അവർ പഠിച്ചെടുക്കും. കാരണം ഡ്രൈവിങ് പഠിക്കാതെ നിവൃത്തിയില്ല, ജോലി കിട്ടണമെങ്കിൽ ഡ്രൈവിംഗ് അറിയണം. അപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചേ പറ്റൂ, അപ്പോൾ ഡ്രൈവിംഗ് അങ്ങോട്ട് പഠിക്കുക എന്ന രീതിയിലാണ് മിഡിൽ ക്ലാസ്സുള്ള ആൾക്കാർ ചിന്തിക്കുക. സത്യം പറഞ്ഞാൽ അവരെ നമ്മൾ പുഷ് ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ. പുവർ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പൊതുവെ വിമുഖരായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് അറിയാവുന്ന സ്കില്ലുകൾ, അവർക്ക് അറിയാവുന്ന ജോലി, അവർക്കുള്ള ടൂൾസ് ഇത് വെച്ച് തന്നെ മുന്നോട്ട് ഉന്തിക്കൊണ്ടു പോകാനാണ് അവരെപ്പോഴും ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് അവർ പണത്തിൻ്റെ കാര്യത്തിൽ അല്പം സ്ട്രഗിൾ ചെയ്യാറുണ്ട്. കാരണം കാലം മാറുന്നതിനനുസരിച്ചും ലോകം മാറുന്നതിനനുസരിച്ചും സ്വയം അപ്ഡേറ്റ് ആവാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അടുത്തത് ലെവൽ ഓഫ് ആക്ഷനാണ്. ആക്ഷൻ മേക്കേഴ്സ് ആർ ദ മണി മേക്കേഴ്സ് എന്നൊരു വാചകമുണ്ട്. അതായത് എപ്പോഴാണോ ആക്ഷൻ എടുക്കുന്നത് അപ്പോഴാണ് പണം നമ്മുടെ കയ്യിലേക്ക് വരിക. രസകരമായൊരു എക്സ്പെരിമെൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് $10 എടുത്ത് കൈ കാണിക്കും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങളിൽ ആർക്കാണ് ഈ പണം വേണ്ടത്? ഒരുപാട് പേർ കൈവെക്കും. ഒരു കുട്ടി മാത്രം എഴുന്നേറ്റ് വന്ന് ആ $10 ആ പ്രൊഫസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കുട്ടികളും ഈ കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ബാക്കി എല്ലാ കുട്ടികൾക്കും പണം ആവശ്യമുണ്ട്, കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി മാത്രമാണ് എഴുന്നേറ്റ് വന്ന് ആ പ്രൊഫസറിൻ്റെ കയ്യിൽ നിന്ന് വെറുതെ ഒരു ബലപ്രയോഗമില്ല, ചുമ്മാ അങ്ങ് വാങ്ങുകയാണ്. അങ്ങനെ വാങ്ങാനുള്ളൊരു കാര്യം ചെയ്തത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ പ്രത്യേകത എന്താ? അവൻ ആക്ഷൻ എടുത്തു, ആക്ഷൻ എടുക്കാനുള്ള ധൈര്യം കാണിച്ചു. അപ്പോൾ ആക്ഷൻ എടുക്കുക എന്നതാണ് അവിടെ ചെയ്യേണ്ടത്. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ആക്ഷൻ എടുക്കുമ്പോൾ അത് ലോങ് ടേം വിഷനോട് കൂടിയായിരിക്കും ചെയ്യുക. 10 വർഷത്തേക്കൊരു പ്ലാൻ, 15 വർഷത്തേക്കുള്ള പ്ലാൻ, 20 വർഷത്തേക്കുള്ള പ്ലാൻ, അങ്ങനെ ജനറേഷൻ കണക്കിനൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ രീതിയിൽ ലോങ് ടേം ആയിട്ടായിരിക്കും അവർ ആക്ഷൻ എടുക്കുന്നത്. മിഡിൽ ലെവൽ അഥവാ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർ പൊതുവേ ഷോർട്ട് ടേം ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കും എടുക്കുക. അതുപോലെ തന്നെ അവരുടെ ആക്ഷൻസിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെയാണ്. നമുക്ക് രക്ഷയില്ല എന്ന സ്റ്റേജ് എത്തുമ്പോഴാണ്, മറ്റൊരു തലത്തിൽ നിന്ന് പുഷ് കിട്ടുമ്പോഴാണ് അവർ ആക്ഷൻ എടുക്കുക. നേരെ മറിച്ച് പുവർ ക്ലാസ്സിലുള്ള ആൾക്കാർ എപ്പോഴും അവരായിട്ട് ആക്ഷൻ എടുക്കില്ല, മറ്റൊരാൾ ആക്ഷൻ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അവരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കണം അല്ലെങ്കിൽ അവരോട് പറഞ്ഞ് ചെയ്യിക്കണം എന്നതുവരെ അവർ വെയിറ്റ് ചെയ്യാറുണ്ട്. അതും ഒരു പ്രശ്നമാണ്. നാലാമത്തേതിൽ കോൺട്രവേഴ്സി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രൊമോഷൻ എന്നതാണ്. നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ തൊഴിൽ, അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ചങ്കൂറ്റം എത്ര പേർ കാണിക്കാറുണ്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിച്ചായിട്ടുള്ള ആൾക്കാർ പ്രൊമോഷനിൽ നല്ല വിദഗ്ധരാണ്. അവരെന്താണ് ചെയ്യുന്നത്, അവരുടെ ബിസിനസ് എന്താണ്, അവരുടെ ജോലി എന്താണെന്ന് മറ്റുള്ളവരോട് പറയാൻ അവർക്ക് അഭിമാനമുണ്ട്, അവർക്ക് ആത്മവിശ്വാസമുണ്ട്, അവർക്ക് ആത്മാഭിമാനമുണ്ട്. ഞാൻ ഡോക്ടറാണ്, അല്ലെങ്കിൽ ഞാൻ വക്കീലാണ്, ഞാൻ എൻജിനീയറാണ് എന്ന രീതിയിൽ പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ഞാൻ ഗോൾഡിൻ്റെ ബിസിനസ് ചെയ്യുന്നു, ഞാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നു, ഞാൻ റീറ്റെയിൽ ബിസിനസ് ചെയ്യുന്നു, ഞാൻ ഇന്ന ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയാൻ അവർക്ക് സാധിക്കാറുണ്ട്. അഥവാ മറ്റുള്ളവർക്ക് മുന്നിൽ അത് പ്രസൻറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് അവർക്കുണ്ട്, അതിനുള്ള പാഷനും അവർക്കുണ്ട്. എന്നാൽ നേരെ മറിച്ച് മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർ പൊതുവെ പ്രൊമോട്ട് ചെയ്യാറില്ല. അവരെപ്പോഴും ഒന്ന് മാറി നിൽക്കുക, അത് ശരിയാവില്ല, അല്ലെങ്കിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഞാൻ ജോലി ചെയ്യും പക്ഷെ പ്രൊമോട്ട് ചെയ്യില്ല എന്ന രീതിയിലാണ് അവർ വർക്ക് ചെയ്യും, പ്രോസസ്സ് ചെയ്യും, പക്ഷെ പ്രൊമോട്ട് ചെയ്യില്ല. എന്നാൽ പുവർ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർ പ്രത്യേകിച്ച് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമായിട്ട് എനിക്ക് തോന്നുന്നു, അവർ പ്രൊമോട്ട് ചെയ്യില്ല.
അവരുടെ ജോലി, അവരുടെ ഇൻഡസ്ട്രി, അവർ വർക്ക് ചെയ്യുന്ന ബിസിനസ്, അവർ വർക്ക് ചെയ്യുന്ന മേഖല, ഇതിനെ ബേസ് ചെയ്തിട്ടൊരു നിഷേധാത്മക മനോഭാവമായിരിക്കും ഇവർക്കുണ്ടാവുക. ഏതൊന്നും ശരിയാവാൻ പോകുന്നില്ല, ഇതൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് പൂട്ടിപ്പോവും എന്തായാലും എന്ന രീതിയിൽ തൻ്റെ ഇൻഡസ്ട്രിയെ ബേസ് ചെയ്ത് ഇവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഇവർക്ക് തന്നെ ഒരു അഭിമാനം ഉണ്ടാവാറില്ല. അത് പ്രൊമോഷനെ ബാധിക്കും, അത് അവരുടെ ആത്മവിശ്വാസത്തെയും അവരുടെ ആത്മാഭിമാനത്തെയും ബാധിക്കുകയും ചെയ്യും. ഇനി 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്പെൻഡിങ് ഹാബിറ്റുകളാണ്. നിങ്ങൾ എത്ര പണം ഉണ്ടാക്കിയാലും ശരി, നിങ്ങളുടെ സ്പെൻഡിങ് ഹാബിറ്റ് ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാപ്പരാവാൻ അധിക സമയമൊന്നുണ്ട്. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കും. സ്പെൻഡിങ് ഹാബിറ്റ് ശരിയല്ലാത്തത് കൊണ്ട് മാത്രം തലമുറകൾ ജീവിക്കേണ്ട അത്രയും സ്വത്തുക്കൾ ധൂർത്തടിച്ച് കളഞ്ഞ ആൾക്കാരുണ്ട്. സ്പെൻഡിങ് ഹാബിറ്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ നെസസിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ് സ്പെൻഡ് ചെയ്യുക. എന്താണ് അത്യാവശ്യം അതാണ് നമ്മൾ ചിലവാക്കുന്നത്. എന്തൊക്കെയാണ് നീഡ്സ്, നമുക്ക് അതില്ലാതെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലാണ് അവർ പണം കൂടുതലായിട്ട് ചിലവാക്കാറുള്ളത്. നേരെ മറിച്ച് മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കും. അവർക്ക് മോഹമുണ്ടോ അവരത് വാങ്ങും. എന്നാൽ പൂവർ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർ ചിന്തിക്കാതെയാണ് പണം ചിലവാക്കുക, ഇമ്പൾസീവായിട്ടാണ് സാമ്പത്തികമായ ഡിസിഷൻസ് ഉണ്ടാക്കുക. അങ്ങനെയുള്ള സ്റ്റേജിൽ എന്താ സംഭവിക്കുകയെന്നറിയോ, നമുക്ക് ആവശ്യമുണ്ടോ ആവശ്യമില്ലേ, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ പ്രയോജനമില്ലേ, ഇത്തരം യുക്തിപരമായ ചിന്തകളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ആവശ്യമാണെന്ന് തോന്നി അപ്പം തോന്നുന്നതാണ്, അപ്പോൾ അവരങ്ങ് ചിലവാക്കും. ഇതിന് നമ്മൾ റൂൾ ഓഫ് 24 എന്ന് പറയും. അതായത് 24 മണിക്കൂർ ഒരു തീരുമാനം ഡിലേ ചെയ്യുക. റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പരീക്ഷിക്കുന്ന ഒരു മെത്തേഡാണ്. അത് 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ നെസസിറ്റി എത്രത്തോളം ഉണ്ട് നമുക്ക് ബോധ്യപ്പെടും. ഇതില്ലാതെ പറ്റുമോ, ഇനി ഇതില്ലാതെ നമുക്ക് ശരിയാവില്ലേ എന്നുള്ളത് അവർക്ക് എവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ ആ തീരുമാനം നമുക്ക് ഒന്നുകൂടെ ക്ലാരിറ്റിയോടുകൂടി എടുക്കാൻ സാധിക്കും. ഇങ്ങനെ പണത്തിന് വേണ്ടി നമ്മുടെ മൈൻഡിനെ ആദ്യം ഒരുക്കിയെടുക്കണം. അതുകൊണ്ടാണ് പണം എന്ന് പറയുന്നത് മൈൻഡ് സെറ്റിൻ്റെ പ്രോഡക്റ്റാണെന്ന് പറയാൻ കാര്യം. അപ്പോൾ ആദ്യം മൈൻഡ് സെറ്റ് കറക്റ്റ് ആക്കുക, പിന്നെ അതിനുള്ള സാഹചര്യങ്ങൾ കറക്റ്റ് ആക്കുക, അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര, നിങ്ങൾ ആഗ്രഹിക്കുന്നത്ര പണം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. പ്രിയപ്പെട്ടവർ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.